എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പശ്ചിമേഷ്യൻ വാർത്തകൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് തിരുവോണ നാളിലും യുദ്ധവാർത്തകളുമായി ഞങ്ങൾ എത്തുന്നത്. ഹോർമുസിൽ ആശ്വാസമെന്ന സൂചനകൾ വരുന്നുണ്ട്. താൽക്കാലിക ഇടനാഴി തുറക്കുമെന്ന് ഇറാൻ്റെയും ഒമാൻ്റെയും സംയുക്ത പ്രസ്താവനയും വന്നിട്ടുണ്ട്. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ഖുസൈദിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും തമ്മിൽ ടെഹ്റാനിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഈ നിർദ്ദേശം ഉന്നയിച്ചത് എന്ന് ഇരു രാജ്യങ്ങളും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. അതിനിടെ പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നത് തടയുന്നതിനും ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുമായി പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ ഇറാൻ നേതൃത്വവുമായി നടത്തിയ ചർച്ചയിൽ പുരോഗതിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടയിൽ തന്നെ ഹോർമുസ് കടലിടുക്കിലെ എല്ലാ മൈനുകളും നീക്കം ചെയ്തതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അവകാശപ്പെട്ടിട്ടുണ്ട്. വീണ്ടും മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾ ആക്രമിക്കുമെന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാൻ ഒമാൻ വിദേശകാര്യമന്ത്രിമാർ ചർച്ച നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കുകയായിരുന്നു ഈ ഒരു ചർച്ചയുടെ ലക്ഷ്യം. ശുഭസൂചനകളാണ് ഇരു രാജ്യങ്ങളും നൽകുന്നത്. താൽക്കാലിക ഇടനാഴി ഉടൻ എന്നാണ് ഒമാൻ അറിയിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെയാണ് ട്രംപ് വീണ്ടും വെടിപൊട്ടിച്ചിരിക്കുന്നത്. എന്താണ് ഹോർമുസിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ശുഭസൂചകമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ പശ്ചിമേഷ്യയിൽ നിന്നും വരുന്നത്. ഇറാനും ഒമാനും തമ്മിൽ നടന്ന ചർച്ചകൾ വിജയത്തിലെത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ്. അത് വിജയിച്ചതുകൊണ്ട് മാത്രം പൂർണ്ണമായി കാര്യസാധ്യം നടക്കുന്നില്ല. ആ ചർച്ചയുടെ വിശദാംശങ്ങൾ ഒരു സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇറാൻ്റെയും ഒമാൻ്റെയും വിദേശകാര്യ മന്ത്രിമാർ ചേർന്ന് പുറത്തുവിട്ടിരിക്കുന്നു. അതനുസരിച്ച് ഒരു ഇടനാഴി തുറക്കുകയാണ്. ഒരു ഇൻറ്റീരിയം അറേഞ്ച്മെൻ്റാണ്. താൽക്കാലിക അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ പോലും ഒമാൻ്റെയും ഇറാൻ്റെയും നിയന്ത്രണത്തിൽ, അവരുടെ മോണിറ്ററിങ്ങിൽ സുഗമമായ ഗതാഗതം നടക്കുന്നതിന് വേണ്ടി ഒരു ഇടക്കാല കപ്പൽ പാത, അതൊരു പെർമനൻ്റ് അറേഞ്ച്മെൻ്റ് ആകണമെന്നില്ല. അത് സബ്ജക്റ്റ് ടു റാറ്റിഫിക്കേഷൻ ആൻഡ് സബ്ജക്റ്റ് ടു അപ്രൂവൽ ബൈ അതർ ഫോഴ്സസ് ഓൾസോ. അതുകൊണ്ട് ഈ ഇറാനും ഒമാനും മാത്രം തീരുമാനിച്ചതുകൊണ്ട് നടക്കണമെന്നില്ല കാര്യം. പക്ഷേ ഒരു നല്ല കാൽവെപ്പ് എന്ന നിലയിൽ ആ ഒരു പ്രപ്പോസൽ വരികയാണ്. അതാണ് ഒരു ശുഭ സൂചന. രണ്ടാമത്തെ ശുഭ സൂചന, പാകിസ്ഥാൻ്റെ സൈനിക മേധാവി ജനറൽ അസിം മുനീർ ടെഹ്റാൻ സന്ദർശിച്ച് വിശദമായ കൂടിക്കാഴ്ചകളാണ് ഇറാൻ്റെ നേതൃത്വവുമായി നടത്തിയത്. നേതൃത്വം എന്ന് പറയുമ്പോൾ അത് മസൂദ് പെസഷ്കിയാൻ എന്ന മിതവാദിയായ പ്രസിഡന്റ് മാത്രമല്ല. പെസഷ്കിയാൻ മിതവാദിയാണ്. തീവ്ര നിലപാടുള്ള IRGCയുടെ നേതൃത്വവുമായി അദ്ദേഹം സംസാരിച്ചു എന്നാണ് അറിയുന്നത്. മുജ്തബ ഖൊമേനിയുടെ പ്രത്യേക ദൂതന്മാരുമായി സംസാരിച്ചു എന്നാണ് അറിയുന്നത്. മതഘടനകളും IRGCയും രാഷ്ട്രീയ നേതൃത്വവും എല്ലാം തന്നെ പല തലങ്ങളിൽ ചർച്ചകളിൽ പങ്കെടുത്തു. അദ്ദേഹം ഒരു ദൗത്യവുമായിട്ടാണ് എത്തിയത്. അസിം മുനീർ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ദൗത്യവുമായിട്ടാണ് എത്തിയത്. കാരണം കഴിഞ്ഞ 2 ദിവസം മുമ്പ് 23-ാം തീയതി അസിം മുനീറിനെ ഡൊണാൾഡ് ട്രംപ് വിളിക്കുന്നു. നിർബന്ധമായും അടുത്ത ദിവസം ഇറാനിലേക്ക് പോകണം എന്ന് നിർദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് ഇറാനെ എങ്ങനെയെങ്കിലും നെഗോഷിയേറ്റിംഗ് ടേബിളിൽ എത്തിക്കുക എന്ന ദൗത്യം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അസിം മുനീറിനെ ഏൽപ്പിച്ചു. അസിം മുനീർ ചെറിയ വിട്ടുവീഴ്ചകൾ, അവിടെയാണ് ഒരു നേരിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഇറാനുമായി സംസാരിക്കാവുന്ന ഒരു നിലയിലായിട്ടില്ല. അല്ലെങ്കിൽ ജാറഡ് കുഷ്ണർക്കോ സ്റ്റീവ് വിറ്റ്കോഫിനോ ഇറാനുമായി ഇപ്പോൾ നേരിട്ട് സംസാരിക്കാവുന്ന ഒരവസ്ഥയിലല്ല. ചർച്ചകൾ പൂർണ്ണമായി വഴിമുട്ടി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അസിം മുനീറിൻ്റെ സഹായം ഒരു സറോഗേറ്റ് മെത്തേഡ് എന്ന നിലയിൽ തേടുന്നത്. അദ്ദേഹം വന്ന് വളരെ ശുഭോദർക്കമായ കാര്യങ്ങളാണ് പുറത്തു പറഞ്ഞിരിക്കുന്നത്. അതറിയില്ല എന്താണ് പാകിസ്ഥാൻ്റെ ഗെയിം പ്ലാൻ, അസിം മുനീറിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്, ഇറാൻ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്. വളരെ പോസിറ്റീവായിട്ടാണ് ഇറാൻ ഈ ചർച്ചകൾ വളരെ പോസിറ്റീവായിരുന്നു, ഹൃദ്യമായിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് രണ്ടാമത്തെ പോസിറ്റീവ് കാര്യം. മൂന്നാമത്തെ പോസിറ്റീവ് ഒരു നീക്കമെന്ന് പറയുന്നത് കഴിഞ്ഞ രാത്രിയിൽ നടന്ന ഒരു പ്രസ്താവന ട്രംപ് തന്നെ നടത്തിയതാണ്. ഹോർമുസ് കടലിടുക്കിലെ മൈനുകൾ പൂർണ്ണമായി തങ്ങൾ നീക്കം ചെയ്തു. അത് നേരത്തെയും ക്ലെയിം ചെയ്തതാണ്. ഹോർമുസ് ഇതാ തുറക്കുന്നു, ഞങ്ങൾ അറേഞ്ച് ചെയ്യാം, ഗതാഗതം സുഗമമായി കപ്പലുകളെ കടന്നു വരൂ എന്ന് ട്രംപ് പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. അങ്ങനെ ട്രംപ് പറഞ്ഞതുകൊണ്ട് മാത്രം കപ്പലുകൾ കടന്നു വരില്ലല്ലോ. ആക്രമണ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു. ഇറാൻ ടാർഗറ്റ് ചെയ്ത കപ്പലുകൾ, കാരണം ഇറാൻ പ്രത്യേകമായി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കപ്പലുകളുടെ 1/3 കപ്പലുകളെ ഇതിനോടകം തന്നെ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഇറാൻ ഒന്നുകിൽ ആക്രമിച്ചു അല്ലെങ്കിൽ അതിനെ ആംബുഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്.
അതുകൊണ്ടൊരു വലിയ കൺസേൺ തന്നെയാണ് ഈ ബ്ലാക്ക് ലിസ്റ്റഡ് കപ്പലുകൾക്ക്. അതിൽ പലതും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ രജിസ്റ്റർ ചെയ്ത കപ്പലുകളാണ് എന്നതാണ്. UAEയും ഇറാനും തമ്മിൽ വലിയ ബിസിനസ് സഹകരണമാണുള്ളത്. ഇറാൻ്റെ ഷാഡോ ഫ്ലീറ്റുകൾ പലതും ഓപ്പറേറ്റ് ചെയ്യുന്നത് UAEയിൽ നിന്നാണ്, പ്രത്യേകിച്ച് ദുബായിൽ നിന്നാണ്. അത് വളരെ സങ്കീർണമാക്കുന്നു. അതുകൊണ്ട് UAE പതാക വഹിക്കുന്ന കപ്പലുകൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ പതാക വഹിക്കുന്ന ചില കപ്പലുകൾ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയത് ഇറാൻ തുടർന്നും ആക്രമിക്കും എന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് മൈനുകൾ നീക്കം ചെയ്തു. ഏതെങ്കിലും കാരണവശാൽ കൂടുതൽ മൈനുകൾ ഇറാൻ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന വാർണിംഗ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അത് മൂന്നാമത്തെ ഒരു ശുഭ സൂചനയാണ്. അപ്പോൾ ഇതെല്ലാം പരിഗണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ന്യായമായും നമുക്ക് ചിന്തിക്കാം, ഒരു പ്രശ്ന പരിഹാരം അകലെയല്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്കെങ്കിലും ഇറാനും അമേരിക്കയും വീണ്ടും ഒരിക്കൽ കൂടി വരും. ഖത്തർ എന്ന ഇടനില രാജ്യവും ഈജിപ്റ്റ് എന്ന മധ്യസ്ഥ രാജ്യവും എല്ലാം തന്നെ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസവും ആ രീതിയിലാണ്. അതുകൊണ്ട് അത് പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. പക്ഷേ അതേസമയം തന്നെ ഡൊണാൾഡ് ട്രംപ് വീണ്ടും വീണ്ടും പറഞ്ഞ് ഘടിപ്പിക്കുകയാണ്. അവിടെയാണ് ഈ പ്രശ്നം. ദ മാൻ കോൾഡ് ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹം ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. അദ്ദേഹം പറയുന്നത് നാക്കിന് എല്ലില്ലാത്ത രീതിയിൽ വിടുക തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് അടുത്ത നിമിഷം മാറ്റി പറയുകയും ചെയ്യും. അതുകൊണ്ട് ഈ പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി നിഗമനങ്ങളിലെത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് നോക്കിയാൽ ഇറാൻ ഇപ്പോഴും എടുത്തിട്ടുള്ള നിലപാട് ഒരു പ്രിൻസിപ്പിൾഡ് സ്റ്റാൻഡാണ്. അത് ഇറാൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. മാക്സിമം പ്രഷർ പ്രിൻസിപ്പിൾ. ഇറാന് നേരെ എടുക്കാൻ വരണ്ട, തങ്ങൾ ഉപരോധത്തിന് വഴങ്ങില്ല. ഇറാൻ ആദ്യമായിട്ടല്ല ഉപരോധം നേരിടുന്നത്. വർഷങ്ങളായി, കൃത്യമായി പറഞ്ഞാൽ 1979 മുതൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉപരോധം നേരിടുന്ന രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് ട്രംപ് ഇപ്പോൾ ഇക്കണോമിക് വാർഫെയർ ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ്. എന്തൊരു പേരാണ്! ഏറ്റവും മ്ലേച്ഛമായ പദമല്ലേ ഔട്ട്കാസ്റ്റ്? അതായത് അനഭിമതൻ, തിരസ്കൃതൻ, മാറ്റി നിർത്തപ്പെടേണ്ടയാൾ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ട രാജ്യം എന്ന നിലയിൽ ഔട്ട്കാസ്റ്റ് എന്ന പദമാണ് അമേരിക്ക ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇറാൻ എന്ന രാജ്യത്തെ ഔട്ട്കാസ്റ്റായി പ്രഖ്യാപിച്ചുകൊണ്ട്, ലോക കമ്മ്യൂണിറ്റിയിൽ ഇറാന് സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പിന്നെ എങ്ങനെ ഇറാനുമായി ചർച്ച നടത്താൻ കഴിയും? ഇറാനെ പൂർണ്ണമായി സാമ്പത്തികമായി ഞെരുക്കുക, ഇറാനുമായി ഒരു രാജ്യങ്ങളും കച്ചവടം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അതിൻ്റെ അർത്ഥമാണ് സെക്കൻഡറി സാങ്ഷൻസ്. അമേരിക്കയുമായി കച്ചവടം വേണ്ട, അത് അവരുടെ കാര്യം. അല്ലെങ്കിൽ ഹോർമോസ് അടച്ചിടുന്നു, ഇറാൻ കപ്പലുകളെ ഉപരോധിക്കുന്നു, അത് ഡയറക്റ്റാണ്, ഡയറക്റ്റ് സാങ്ഷൻസ് ആണ്, അല്ലെങ്കിൽ എംബാർഗോയാണ്. പക്ഷേ ഇറാനുമായി മറ്റ് രാജ്യങ്ങളുടെ ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, മറ്റു കാര്യങ്ങൾ, മറ്റ് വ്യക്തികൾ, ബിസിനസ് സ്ഥാപനങ്ങൾ ഒന്നും തന്നെ ഒരു കച്ചവടവും ഇടപാടുകളും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സെക്കൻഡറി സാങ്ഷൻസ് ആണ്. അപ്പോൾ ലോകത്തെ മുഴുവൻ ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച സെക്കൻഡറി സാങ്ഷൻ, അതിന് പുല്ല് വില പോലും ഇറാൻ കൊടുക്കുന്നില്ല. അതുകൊണ്ട് കൂടുതലായി ഒന്ന് ഇറാൻ്റെ നിലപാട് ഇതാണ്: ഇത്രയും കാലമുള്ള സാങ്ഷൻസ് പ്രൈമറിയും സെക്കൻഡറിയും തലത്തിലായിരുന്നു, പക്ഷെ ഞങ്ങൾ എപ്പോഴും ഷാഡോ ഫ്ലീറ്റുകളിലൂടെ ഓപ്പറേറ്റ് ചെയ്തിരുന്നു. ഞങ്ങളുടെ എണ്ണ എക്കാലത്തും ഉപരോധം ഉണ്ടായിരുന്നപ്പോഴും ചൈനയിലേക്ക് നിർബാധം പ്രവഹിച്ചിരുന്നു. അത് പല രീതിയിലുള്ള ഷാഡോ ഫ്ലീറ്റുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ബോഗസ് ഓപ്പറേഷൻസ് ഉണ്ടാവാം. അതുമാത്രമല്ല, തങ്ങളുടെ കറൻസി സംവിധാനവും ഒരു രീതിയിൽ ഇൻടാക്റ്റായിട്ട് നിന്നു. കറൻസിയുടെ മൂല്യം ഇടിഞ്ഞു, ശരിയാണ്. ഒരു അമേരിക്കൻ ഡോളറിന് ഏതാണ്ട് 20 ലക്ഷം റിയാൽ, ഇറാനി റിയാൽ എന്ന നിലയിൽ വില കുറഞ്ഞു. അത് കറൻസിയുടെ ശോഷണമാണ്. പക്ഷേ ഗോൾഡ് വാസ് എക്സ്ചേഞ്ച്ഡ്. അപ്പം സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ ഉപരോധം കൂടുതലായി വരുന്നു. അപ്പോൾ സ്വർണ്ണ ഇടപാടുകൾ നടക്കില്ല. അല്ലെങ്കിൽ ഡിജിറ്റൽ ഇടപാടുകൾ, പ്രത്യേകിച്ച് ക്രിപ്റ്റോ കറൻസീസ്, പലപ്പോഴും ഈ പാരലൽ ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ഡിവൈസാണ് ഡിജിറ്റൽ കറൻസി, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ പറയുന്ന, പല പേരുകളിൽ അറിയപ്പെടുന്ന ബിറ്റ്കോയിൻ എന്നൊക്കെ പറയുന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ട്രാൻസാക്ഷണൽ മീഡിയം, അതും അമേരിക്ക നിയന്ത്രിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഓരോ നിയന്ത്രണവും വരുമ്പോഴും അത് മറികടക്കാൻ തക്ക വൈഭവം ഇറാൻ കാട്ടിയിരുന്നു. അതുകൊണ്ട് തങ്ങളെ അത് ബാധിക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു വശത്ത് ചർച്ചയ്ക്കായി അമേരിക്ക പാകിസ്ഥാനിലൂടെ നിർബന്ധം പിടിക്കുന്നു, മറുവശത്ത് ഇറാനും ഒമാനും തമ്മിലുള്ള ചർച്ചയെ പ്രതീക്ഷയോടുകൂടി ലോകം കാണുന്നു. ഈ ചർച്ചയെ അമേരിക്ക കൂടി അംഗീകരിക്കുകയും
അവരെടുക്കുന്ന തീരുമാനങ്ങൾ ഇപ്പോഴും പരസ്യപ്പെടുത്തിയിട്ടില്ല. ഒരു സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടായി, പക്ഷേ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രഖ്യാപിച്ചിട്ടില്ല. 3 കാര്യങ്ങളാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇറാൻ ഒമാൻ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത്. ഒന്ന്, അവിടുത്തെ സുരക്ഷാ സംവിധാനം, അതിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഇറാനും ഒമാനും ആയിരിക്കും. 2, അതുമായി ബന്ധപ്പെട്ട എൻവയൺമെൻറ്റൽ ക്ലിയറൻസ്, ഈ കാര്യങ്ങൾ ഓയിൽ സ്പില്ലേജ് ഉണ്ടാകുന്നു, മറ്റു കാര്യങ്ങളുണ്ട്, ഇതെല്ലാം നോക്കി നടത്തേണ്ട ചുമതല പ്രാദേശിക ശക്തികൾ എന്ന നിലയിൽ വടക്ക് ഇറാനും തെക്ക് ഒമാനും നിർവഹിക്കുന്നു. അതുപോലെ സുഗമമായ കപ്പൽ പാത ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ലോജിസ്റ്റിക്കൽ അറേഞ്ച്മെൻറ്റ്, ഔട്ടർ ലെയർ അറേഞ്ച്മെൻറ്റ്, ഇതെല്ലാം ഇരു രാജ്യങ്ങളും ചേർന്ന് ചെയ്യുന്നു. അതിന് ചെറിയ ഒരു ഫീസ് ഉണ്ടാകും. ഇപ്പോൾ ഇതൊരു സ്വാഭാവിക കടലെടുക്കായതുകൊണ്ട് ഒരു ടോൾ എന്ന നിലയിലാവില്ല, പക്ഷേ ഏതെങ്കിലും ഒരു രീതിയിൽ ഇതിനുണ്ടാകുന്ന ചെലവിൻ്റെ ഒരു ചെറിയ ഭാഗം ഈ രാജ്യങ്ങൾ ചേർന്ന് പിരിച്ചെടുക്കും. ആ ഒരു ധാരണയിലാണ് എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് അമേരിക്ക അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അടുത്ത റൗണ്ട് ചർച്ചയിൽ ഒരുപക്ഷെ അമേരിക്കയുമായി ഇറാൻ ചർച്ച ചെയ്യേണ്ടി വന്നാൽ ഈ വിഷയം ചർച്ച ചെയ്യും. ഒരു ധാരണയിൽ എത്തണമെങ്കിൽ ഇറാൻ്റെ മരവിപ്പിക്കപ്പെട്ട ആസ്തികളുടെ ഒരു പങ്കെങ്കിലും റിലീസ് ചെയ്യണം. നഷ്ടപരിഹാരം എന്ന നിലയിൽ ഈ തുക എടുത്തുകൊള്ളൂ, അല്ലാതൊരു നഷ്ടപരിഹാരം അമേരിക്കൻ ടാക്സ് പേയേഴ്സ് അനുവദിച്ച് അങ്ങനെ ഒരു നഷ്ടപരിഹാരം കൊടുക്കാൻ സാധ്യത കുറവാണ്. കാരണം അത് മാത്രമല്ല, അമേരിക്കൻ ജനത പൊറുതിമുട്ടിയിരിക്കുകയാണ്. ട്രംപിൻ്റെ ജനപ്രീതി സർവകാല ഇടിവിൽ നിൽക്കുകയാണ്. ഈ പറയുന്ന ട്രംപിൻ്റെ യുദ്ധത്തെ ഇപ്പോൾ നിലവിൽ അമേരിക്കയിൽ പിന്തുണയ്ക്കുന്നത് കേവലം 29% പേര് മാത്രമാണ്. 29% എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ജനസംഖ്യയുടെ 29%, വോട്ടർമാരുടെ 29%. അത് 36 ആയിരുന്നു ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപുള്ള സമയത്ത്. അത് കുത്തനെ ഇടിച്ചിരിക്കുകയാണ്. ഇനി റിപ്പബ്ലിക്കൻ വോട്ടർമാരുടെ ഇടയിൽ മാത്രം നടത്തിയ അഭിപ്രായം, ട്രംപിൻ്റെ പാർട്ടിയാണ് മാത്രം നടത്തിയ അഭിപ്രായ സർവേയിൽ കാണുന്നത് ഏതാണ്ട് 72-73% പിന്തുണ ഉണ്ടായിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ട്രംപിന് ഈ യുദ്ധത്തിൽ. അത് ഇപ്പോൾ 60-65% കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ റിപ്പബ്ലിക്കന്മാർ പോലും നല്ലൊരു പങ്ക് ട്രംപിനെ, സ്വന്തം പാർട്ടിക്കാർ പോലും ട്രംപിനെ കൈയൊഴിയുന്നു. ഇപ്പോൾ സെനറ്റിലും ഹൗസ് റെപ്രസെൻറ്റേറ്റീവ്സിനും ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടണമെന്നില്ല. അപ്പോൾ ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ട്രംപ് ഈ യുദ്ധത്തിന് എന്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു? അപ്പോൾ യുദ്ധത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അമേരിക്കയിൽ നെഗറ്റീവാണ്. ട്രംപിൻ്റെ ജനപ്രീതി നെഗറ്റീവാണ്. ഇനി അടുത്ത് വരുന്ന നവംബറിൽ നടക്കാൻ പോകുന്ന ഇടക്കാല തിരഞ്ഞെടുപ്പിൽ പരാജയമാണ് ട്രംപിൻ്റെ പാർട്ടിക്ക് സംഭവിക്കുന്നത് എങ്കിൽ വളരെ വലിയ ക്ഷീണമാണ് അമേരിക്കയ്ക്ക്. അതുമാത്രമല്ല, അമേരിക്കയുടെ ആയുധങ്ങൾ ഭീതിതമായ രീതിയിൽ കുറയുന്നു. അപ്പോൾ എങ്ങനെ നോക്കുമ്പോഴും ഇല്ലേ, അതുമാത്രമല്ല, ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വന്ന സാമ്പത്തിക റിപ്പോർട്ടുകളിൽ അമേരിക്കയുടെ പൊതുക്കടം $41 ട്രില്യൺ ആണ്. ആകെയുള്ള ഇക്കോണമിയുടെ സ്ട്രെങ്ത്തിനേക്കാൾ കൂടുതലാണ് അമേരിക്കയുടെ പൊതുക്കടം. 31 ട്രില്യൺ ഇക്കോണമിയായ അമേരിക്കയ്ക്ക് $41 ട്രില്യൺ പൊതുക്കടം എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ മാക്രോ ഇക്കണോമിക് ആൻഡ് ഫണ്ടമെൻ്റൽ സ്റ്റെബിലിറ്റി എവിടെ എന്ന ചോദ്യമുണ്ട്. അതുകൊണ്ട് കൂടുതൽ പണം യുദ്ധങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ഇല്ല എന്ന രീതിയിൽ അമേരിക്കൻ ജനം ഒരുപക്ഷെ വിധി എഴുതിയേക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ സ്ട്രക്ചർ അങ്ങനെയാണ്. ഡീപ് സ്റ്റേറ്റ് അമേരിക്ക വർക്ക് ചെയ്യുന്നത് ആ ഒരു പാരഡൈമിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന ചില ഫോർമുലകൾ അവസരങ്ങളാണ് നൽകുന്നത്. ആ സൂചനകളിൽ പിടിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് വേണമെങ്കിൽ യുദ്ധത്തിൽ നിന്നും പിന്നാക്കം പോകാം. ആണവ ചർച്ചയൊക്കെ പിന്നീട്, ഹോർമോസ് ആദ്യം ഒന്ന് തുറക്കുക, കപ്പൽ ഗതാഗതം സുഗമമാകുക, ഗൾഫ് രാജ്യങ്ങൾക്ക്, GCC മേഖലയിലെ ഗൾഫ് രാജ്യങ്ങൾക്ക് നിശ്വാസങ്ങൾ ഉതിർക്കാൻ ഒരവസരം ലഭിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായി ചെയ്യാനുള്ളത്. അതിൻ്റെ സ്പീഡ് വർക്കാണ് പാകിസ്ഥാനും ഒമാനും ഖത്തറും എല്ലാം ചേർന്നുകൊണ്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇറാൻ്റെ ഭാഗത്തു നിന്ന് കടുംപിടുത്തമുള്ള നിലപാടല്ല കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വന്നിരിക്കുന്നത് എന്ന ശുഭസൂചനയോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓണമാണ്, തിരുവോണ ദിനമാണ്. എല്ലാവർക്കും സമൃദ്ധമായ ഓണം ആശംസിക്കുന്നു.